ഫ്രണ്ട്സ് നമസ്കാരം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മൊയ്ന കൾച്ചറിനെ കുറിച്ചാണ്. മൊയ്ന കൾച്ചറിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും മൊയ്ന കൾച്ചർ ചെയ്യുമ്പോൾ പ്രധാനമായും നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കൾച്ചർ നശിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് ഫെയിൽഡായി പോകും പെട്ടെന്ന്. എല്ലാവരും ചെയ്യുന്ന ഈസ്റ്റിലാണ്, കൂടുതൽ പേരും ചെയ്യുന്ന ഈസ്റ്റിലും ചാണകത്തിലും പിന്നെ കടലപ്പിണ്ണാക്കിലൊക്കെയാണ് ചെയ്യുന്നത്. ചില സമയത്ത് വെള്ളം കേടായിട്ടും ഈസ്റ്റിൻ്റെ പ്രശ്നം കൊണ്ടും ഇത് നശിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഈ പെട്ടെന്ന് നശിച്ചു പോകാത്തതും വളരെ ഗുണനിലവാരം കൂടിയതുമായിട്ടുള്ള ഈ മൊയ്ന കൾച്ചർ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് സ്പൈറലിന എന്ന് പറഞ്ഞിട്ട് പൗഡറുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു 90% പേർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഈ സ്പൈറലിനെ പറ്റി. സ്പൈറലിന പൗഡർ നമുക്കിപ്പോൾ വിപണിയിൽ മേടിക്കാൻ കിട്ടും. മീനുകൾക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നൊരു പൗഡർ തന്നെയാണിത്. ഇത് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് ഫിഷിന് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മെയിനായിട്ട് എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫിഷ് ഫുഡിൽ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. ഫിഷ് ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിലിടുമ്പോൾ ഫുഡിൽ നിന്ന് ഇളകി വെള്ളത്തിൽ കലങ്ങി പോകാനായിട്ടൊരു ചാൻസ് കൂടുതലുണ്ട്. ഒരു 10% അങ്ങനെ നശിച്ചു പോകാറുണ്ട്. അത് മീനിന് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളത്തിൽ കലങ്ങി പോകാറുണ്ട്. അത്രയ്ക്ക് പൗഡറാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ സ്പൈറലിന പൗഡറിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ 70% പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിലുള്ള കണ്ടൻറ്റുകളെന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ്, കാൽഷ്യം, അയൺ, മഗ്നീഷ്യം, വിറ്റാമിൻ എ, ഇ, കെ ഇങ്ങനെ ഇതെല്ലാം അടങ്ങിയിട്ടുള്ളൊരു സമീകൃത ആഹാരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഫുഡാണിത്. നമ്മൾ ഈ സ്പൈറലിന മീനുകളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുമ്പോഴുണ്ടാകുന്ന ഒരു പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ മീനുകൾക്ക് നല്ല കളർ വരികയും ഇമ്മ്യൂണിറ്റി പവർ കൂടുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ മീൻ എപ്പോഴും നല്ല ആക്റ്റീവായിരിക്കുകയും നല്ല കാണാൻ ഭംഗി ഉണ്ടാവുകയും നല്ല വില കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു ഫുഡാണ് ഈ സ്പൈറലിന എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പൈറലിനെ വെച്ച് നമുക്ക് എങ്ങനെ മൊയ്ന കൾച്ചർ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ദയവായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മൊയ്ന കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 30 ലിറ്ററോളം വെള്ളം കൊള്ളുന്നൊരു ബേസിനാണ്. ഇതിലിപ്പോൾ ഇരിക്കുന്ന വെള്ളം ഞാൻ മൊയ്ന കൾച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെയാണ്. സ്പൈറലിന വെച്ച് തന്നെ കൾച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. നമുക്ക് ഒന്നെങ്കിൽ പഴയ വെള്ളം എടുക്കാം, അതായത് വാട്ടർ ടാങ്കിലെ വെള്ളം എടുക്കാം, മീനെടുക്കുന്ന വെള്ളം എടുക്കാം, അല്ലെങ്കിൽ പുതിയ വെള്ളം തന്നെ എടുക്കാം. കുപ്പിയിലോ ചെറിയ ബക്കറ്റിലോ ഒക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെയും എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അളവിനനുസരിച്ച് മാത്രം സ്പൈറലിന പൗഡർ ഇട്ടാൽ മതിയാവും. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ ആദ്യം നമ്മൾ വെള്ളം എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പൈറലിന പൗഡർ എടുക്കേണ്ടതുണ്ട്. സ്പൈറലിന പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത വെള്ളമാണ്. ഒരു ഗ്ലാസ്സിൽ പകുതിയോളം വെള്ളം എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ സ്പൈറലിന പൗഡർ വളരെ കുറച്ച് മതിയാവും. ഒരു ടീസ്പൂണിൽ താഴെ ഒരു 1/2 ടീസ്പൂൺ സ്പൈറലിന പൗഡർ ഇതിലേക്ക് ഇടേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനെടുത്തിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. 1 ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1 മതിയാവും, ഒരുപാടൊന്നും വേണ്ട. അതിലേക്ക് നട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം. ഈ ഈസ്റ്റ് സ്പൈറലിനെ വെള്ളത്തിൽ കലങ്ങാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഒരു 5 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് കലങ്ങിയതിന് ശേഷം നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണ്ടത് ഈ കലക്കി വെച്ച മിശ്രിതം നമ്മുടെ ഈ കൾച്ചർ ചെയ്യാനായിട്ട് എടുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് ചുറ്റും നന്നായിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കണം. ശേഷം ഒന്ന് കലക്കി ഇട്ട് കൊടുക്കുക. കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച മൊയ്നയാണിത്. നല്ല റെഡ് കളർ മൊയ്നയാണ്. ഈ മൊയ്ന ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളിതൊരു കിച്ചണും കയറാതെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നെറ്റ് കൊണ്ടോ കോട്ടൺ തുണി കൊണ്ടോ മൂടി വയ്ക്കേണ്ടതുണ്ട്. 2 ദിവസം കഴിയുമ്പോഴേക്കും മൊയ്ന നല്ല രീതിയിൽ കൾച്ചറായിട്ടുണ്ടാവും. കൾച്ചർ ചെയ്ത മൊയ്ന ഞാൻ കാണിച്ചു തരാം. നമ്മൾ എല്ലാ ദിവസവും ഈ സ്പൈറലിനെയും ഈസ്റ്റ് മിക്സ് ചെയ്ത മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ആ ഒരു പാത്രത്തിൽ നിന്ന് നമ്മൾ കൾച്ചർ ചെയ്തെടുത്ത മൊയ്ന. കൾച്ചർ ചെയ്തെടുത്ത മൊയ്നയാണ്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രീതിയിൽ മെത്തേഡിൽ കൾച്ചർ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ കൾച്ചർ ഒരിക്കലും നശിച്ചു പോകത്തില്ല. ഈസ്റ്റ്, ചാണകം,
കടലപ്പിണ്ണാക്ക് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ സാധാരണ കൾച്ചർ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചില സമയത്ത് ഇത് ഫെയിൽഡായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ഈ ഈസ്റ്റിൻ്റെ കണ്ടൻറ്റ് കൂടുന്നതും വെള്ളം കേടാവുന്നതുമാണ് കൂടുതലായിട്ട് കാരണങ്ങളായിട്ട് വരുന്നതിന്. പിന്നെ ഈസ്റ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ മീനിൻ്റെ ശരീരത്തിലേക്ക് പോകുന്നത് മീനിൻ്റെ ദോഷമാണ്. സ്പൈറലിനെ വെച്ചിട്ട് നമ്മൾ മൊയിന കൾച്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പൈറലിൻ്റെ കണ്ടൻറ്റുകളെല്ലാം മൊയിനയിലുണ്ടാവുകയും അതിൻ്റെ ഗുണങ്ങളെല്ലാം മീനിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഇതിന് കൂടുതലായിട്ടുണ്ട്. പിന്നെ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിന് ഭയങ്കര ചിലവ് കൂടുതലാണ് എന്നുള്ള കാര്യം. ചിലവ് കൂടുതൽ തന്നെയാണ്. ഈസ്റ്റിൻ്റേതും ചാണകം കടലപ്പിണ്ണാക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലവ് കൂടുതലാണ്. പക്ഷേ അതിൻ്റേതായ ഗുണം ഇതിനുണ്ട്. നമ്മൾ ചിലവ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഗുണങ്ങൾ, ഏതൊരു ഫുഡിനായാലും ചിലവ് കൂടുന്നതനുസരിച്ച് ഗുണങ്ങൾ കൂടുതൽ കിട്ടാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിലും. പിന്നെ ഒരു 50 ഗ്രാം, എനിക്കൊരു 50 ഗ്രാം സ്പൈറലിന പൗഡർ മാത്രമാണ് ഒരു മാസത്തേക്ക് വേണ്ടി വരുന്നത്. 50 തന്നെ വേണ്ടി വരുന്നില്ല ചില മാസങ്ങളിൽ. 50 ഗ്രാമിനടുത്ത് സ്പൈറലിന പൗഡറേ വേണ്ടി വരുന്നുള്ളൂ. ഒരു 100 ഗ്രാമിന് 150 രൂപ മുതൽ നമുക്ക് ലഭ്യമാണ് വിപണിയിൽ. 150 രൂപ മുതൽ കിട്ടുന്നുണ്ട്. 150 കുറഞ്ഞതും കിട്ടുന്നുണ്ട്. അതിന് അതിൻ്റേതായ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ഈ ഞാനുപയോഗിക്കുന്നത് 150 റേഞ്ചിലുള്ള സ്പൈറലിനയാണ്. സ്പൈറലിന സെയിലിനും ഉണ്ട്. സ്പൈറലിന പൗഡർ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്പർ താഴെ ഉണ്ടാവും. കേരളത്തിലെവിടെയും സ്പൈറലിന പൗഡർ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം ആവശ്യക്കാർ വിളിച്ചോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ലൊരു റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഓക്കെ.